ഫാനിന്റെ പരിപാടി ഒന്നുമില്ല, കാട്ടിൽ കാട്ടാവതാരം എന്ന് വേണം പറയാം. 360 ഡിഗ്രിയിൽ വട്ടത്തിലും ജസ്റ്റ് ഒരു ആവറേജ് പടം, അല്ലെങ്കിൽ അതിലും താഴെ നിൽക്കുന്നൊരു പടം എന്ന് വേണമെങ്കിൽ പറയാം. പോരാ, പുള്ളിയെ കൊണ്ടൊന്നും പറ്റുന്നില്ല. പുള്ളി എടുക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ കൊണ്ട് തല വെച്ചു കൊടുത്ത രീതിയിലായിപ്പോയി. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഒന്നുമില്ല പ്രത്യേകിച്ച് പടത്തിൽ, ഒരു ഹൈ മൊമെന്റോ ഒരു ഇമ്പാക്റ്റോ ഒന്നുമില്ലാതെ ഭയങ്കര പ്ലെയിൻ ആയിട്ടാണ് ഈ ഒരു പടം പോവുക. അച്ഛൻ്റെ മുന്നിൽ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഞെളിഞ്ഞു നിൽക്കാൻ ഈ ബിഗ് ബഡ്ജറ്റ് സിനിമയൊക്കെ ചെയ്തത്. ഇത് കണ്ടു കഴിഞ്ഞാൽ അമ്മ പോലും വീട്ടിൽ കയറ്റൂല. ക്യാമിയോസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വലിയ നമുക്കൊരു എഫക്ട് കിട്ടുന്നില്ല. പിന്നെ എല്ലാവരും നിർഗുണമായ രീതിയിലാണ് നമ്മൾ തിയേറ്ററിൽ കണ്ടത്. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാണ്. ഒരു പുഷ്പയുടെ ഒക്കെ ഒരു -140p അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള കഥയാണ് ഈ ഒരു പടത്തിന്. ഹനാൻഷാക്കെ കൊണ്ടുവന്ന് ഡമ്മിയെ കൊല്ല നിർത്തിയിരിക്കണം. ടോർച്ചറിംഗ് ലെവലിലോട്ട് പോയോ? ടോർച്ചർ 2 മണിക്കൂറേ ഉള്ളൂ, പക്ഷേ 2 മണിക്കൂറും ടോർച്ചറായിരുന്നു. അവിടെ ഒരു രക്ഷയില്ല. ആളുകളെ വെറുപ്പിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. ഒരു ഐഡിയയും കിട്ടിയില്ല എന്തൊക്കെ പടത്തിൽ നടക്കണമെന്ന് പറഞ്ഞിട്ട് വെറുതെ കുറെ ചവറ് പോലെ കുറെ ആക്ഷൻ. സുനിലൊക്കെ വെറും വേസ്റ്റ്. വളരെ ഭയങ്കര ഡിസപ്പോയിന്റ് ആയിരുന്നു. ഒന്നുമില്ല പടത്തിലും. താൻ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? കഷ്ടമുണ്ട്, വഴി മാറും. പെപ്പയുടെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കൈയടിക്കണം, പക്ഷെ തിയേറ്ററിൽ ഒരു ശകലം പോലും അനങ്ങിയിട്ടില്ല. ഞാൻ കുറച്ച് ഓവറായി. ഒരു ചെറിയ കൈയടി പോലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് ഭയങ്കര സംഭവമായി പോയി ബ്രോ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ തെറ്റ് വരെ